രാമ 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 രാമ. എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമകഥ പുണ്യമായിട്ടുള്ള ഈ രാമായണ മാസത്തിൽ വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്ത മനസ്സുകളിലേക്ക് എത്തിക്കുകയാണ് മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. രാമകഥയിലൂടെ ആ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോടുള്ള ആ ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, അതിലൂടെ ആത്മസാക്ഷാത്കാരം നേടുക. രണ്ട് എന്നുള്ള ചിന്ത തോന്നാതിരിക്കുക. എല്ലാം പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഒരു സത്തയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരാം. ഭഗവാന്റെ കഥ കേൾക്കുന്നിടത്തോളം പുണ്യം മറ്റൊരു കാര്യത്തിനും നമുക്ക് കിട്ടില്ല. ഇനി വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, രാമായണം വായിക്കാനുള്ള സമയമില്ലെങ്കിലും, ഇനി വായിക്കാനുള്ള അറിവില്ലെങ്കിലും ശരി, ആ പാരായണ ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ഭഗവാൻ നമ്മൾ പ്രസാദിക്കും. അതുകൊണ്ട് ആ രാമകഥ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പറയാം, കേൾക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിർത്തിയിരുന്നത് മുനിമണ്ഡല സമാഗമമായിരുന്നു. ഓരോ മുനിമണ്ഡലങ്ങളിലും ഭഗവാൻ ചെന്ന സമയത്ത് ആ മഹർഷിമാർ ഭഗവാനെ കാണാൻ വന്നതും, അങ്ങനെ മഹർഷിമാർ പറയുകയാണ്, ഭഗവാനെ അനേകം താപസന്മാർ ഇവിടെ നേരത്തെ തപസ് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ കുറച്ച് മഹർഷിമാർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് ഈ ആശ്രമങ്ങളിലൊക്കെ ഒന്ന് കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ തൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയോടും ലക്ഷ്മണസ്വാമിയോടും ഒരുമിച്ച് ഭഗവാൻ ഓരോരോ ഋഷിപാഠങ്ങളിൽ കയറി കാണുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്നത് അവിടെ ആ മനുഷ്യൻ്റെ തലയോട്ടികളും അതുപോലെ തന്നെ എല്ലുകളും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഭഗവാൻ ചോദിച്ചത്, എന്താണ് ഇത്? മനുഷ്യൻ്റെ ആണല്ലോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം മഹർഷിമാർ പറയുകയാണ്, ഭഗവാനെ പണ്ട് ഇവിടെയൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഋഷിമാരൊക്കെ ആയിരുന്നു ഇതൊക്കെ. അപ്പോൾ ഞങ്ങളെയൊക്കെ ഓരോരുത്തരെയും ഓരോരോ രാക്ഷസന്മാർ പിടിച്ച് ഭക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഞങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ശപിക്കാം, ശപിച്ച് ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടേണ്ട ഭഗവാനെ. കാരണം ഞങ്ങൾ തപസ് ചെയ്യുന്നത് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തപസ്സിൻ്റെ ശക്തി മുഴുവൻ ഞങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുകയാണ് ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. അത് ശപിച്ചില്ലാണ്ടാക്കാനുള്ളതല്ല, അത് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്വയം മരണം വരിക്കുമ്പോഴും ഞങ്ങൾ അവരെ ശപിക്കാറില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളാരും വിഷമിക്കേണ്ട, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഈ ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടേ രാമൻ ഈ കാട്ടിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ അടുത്ത മഹർഷിയുടെ ആ ആശ്രമത്തിലേക്ക് വരികയാണ്. സുധീഷ്ണാശ്രമ പ്രവേശം. ആ ത്രേതായുഗത്തിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ആശ്രമമാണ് സുധീഷ്ണാശ്രമം. ധാരാളം ഋഷികളും അതുപോലെ തന്നെ അവരുടെ ശിഷ്യന്മാരും ഒക്കെ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന ആശ്രമം. അതായത് ഭഗവാനെക്കുറിച്ച് പഠിക്കുന്ന, വേദാന്തങ്ങളൊക്കെ പഠിച്ച് ആ ഭഗവാന്റേതാകുന്ന ആ ഒരു ആശ്രമം. ധാരാളം വള്ളികളും നികുഞ്ചങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ നല്ല പക്ഷികളുടെ ആ ഒരു കളകൂജനവും ഒക്കെ എപ്പോഴും കേൾക്കുന്ന വളരെ സുന്ദരവും പ്രകൃതി ഭംഗി നിറഞ്ഞതുമാണ് ഈ ആശ്രമം. ആശ്രമ പരിസരത്തിൽ എപ്പോഴും സാധു മൃഗങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. മാന്, മുയല്, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോഴാണ്, ആ സമയത്താണ് ദശരഥ നന്ദനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രനും
അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയും ലക്ഷ്മണസ്വാമിയും ഒരുമിച്ച് ആ സുധീഷ്ണൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന്, അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനും കൂടിയാണ് ഈ സുധീഷ്ണ മഹർഷി. അഗസ്ത്യ മഹർഷിയാണ് അദ്ദേഹത്തിന് ഈ രാമമന്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ആ രാമമന്ത്രത്തെ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തൻ്റെ ആ ഒരു ഉപാസനാമൂർത്തിയെ പെട്ടെന്നൊരു ദിവസം അത് തൻ്റെ ആശ്രമത്തിലേക്ക് ഭഗവാൻ വന്നത് കണ്ടപ്പോൾ ഒരു സംഭ്രമവും ഉണ്ടായി, അതിലേറെ ഒരു സന്തോഷവും അത്ഭുതവും എല്ലാം ഉണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഭഗവാനെ, എൻ്റെ ഗുരുവിൻ്റെ നിയോഗത്താൽ അവിടുത്തെ നാമത്തെയാണ് ഞാൻ എന്നും ഉപാസിക്കുന്നത്. ബ്രഹ്മാവും ശങ്കരനും അങ്ങയുടെ ഈ പാദങ്ങളെ തന്നെയല്ലേ നിത്യവും ആശ്രയിക്കുന്നത്. അവിടുത്തെ ഈ മായയെ തരണം ചെയ്യാൻ അവിടുത്തെ പാദത്തെ ഉപാസിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. ഭഗവാൻ ആ സുധീഷ്ണ സ്തുതിയാണിതെല്ലാം. മായയെ തരണം ചെയ്യണമെങ്കിൽ മായയുടെ നാഥനായിട്ടുള്ള ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചാലേ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ആദിയും അന്തവും ഇല്ലാത്ത പരമാത്മാവാണ് അങ്ങ്, അല്ലേ? ഭഗവാന് ആദിയുമില്ല അന്തവുമില്ല. ഈ പ്രപഞ്ചം ഇല്ലെങ്കിലും ആരുണ്ട്? ഭഗവാനുണ്ട്. അതാണ് ചതുശ്ലോകി ഭാഗവത്തിലൊക്കെ പറയുന്നത്. അഹമേവാസമേവാഗ്രേണന്യദ്യത് യദ് സദസത്പരം പശ്ചാത്തഹം യോപശിഷ്യേത സോസ്മ്യഹം. അഹമേവാസമേവ അഗ്രേ, അഹമേവാസം, ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഞാനാണ് ഉണ്ടായിരുന്നത്. ഏവാഗ്രേ, പണ്ട്, അല്ലേ? അഹമേവാസമേവാഗ്രേ നന്യദ്യത് യദ് സദസത്പരം, അതായത് സത്തായിട്ടും അസത്തായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പശ്ചാത്തഹം യഥേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. ഇനി ഒരിക്കൽ ഇതെല്ലാം നശിച്ചില്ലാതായാലും അവശേഷിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും എന്നാണ് ഭഗവാൻ ചതുശ്ലോകി ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് ആദിയുമില്ല അന്തവുമില്ല. എന്താണ് അത്? എന്നുമുള്ളതാണ്, സത്യമാണ്. സത്യം എന്ന് പറഞ്ഞാൽ സത്തുള്ളത്, അതാണ് ഭഗവാൻ. അപ്പോൾ അങ്ങനെ ആദിയും അന്തവുമില്ലാത്ത പരമാത്മാവായിട്ടുള്ള അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം സ്തുതിക്കുകയാണ്. അങ്ങയുടെ ഈ മഹാത്മ്യം, അങ്ങയുടെ ഈ മഹിമ ഇത് മനസ്സിലാക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമോ? ഈ പ്രപഞ്ചത്തിലുള്ള ആർക്കെങ്കിലും അങ്ങയുടെ ഈ ഒരു മഹിമ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ ഭഗവാനെ? വീണ്ടും പറയണം, അവിടുത്തെ ഭക്തൻ്റെ ഭൃത്യൻ്റെ ഭൃത്യനാകായിട്ടെങ്കിലും അങ്ങ് എന്നെ കണക്കാക്കണേ ഭഗവാനെ. അങ്ങയുടെ ഭക്തരാകാൻ അങ്ങ് എന്നെ അനുവദിച്ചില്ലെങ്കിലും അങ്ങയുടെ ഭക്തൻ്റെ ഭൃത്യൻ്റെ ഭൃത്യനായിട്ടെങ്കിലും അങ്ങ് എന്നെ കാണണേ ഭഗവാനെ. ലോകത്തിലെ എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന 10,000-കണക്കിന് ശിഷ്യന്മാരുള്ള കുലപതിയായിട്ടുള്ള മഹർഷി ശ്രേഷ്ഠനാണ് പറയുന്നത്, അങ്ങയുടെ ഭക്തനാകാൻ അങ്ങ് എന്നെ അനുവദിച്ചില്ലെങ്കിലും അങ്ങയുടെ ഭക്തൻ്റെ ഭൃത്യൻ്റെ ഭൃത്യനാകാനെങ്കിലും അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭക്തിയൊക്കെ എത്ര ചെറുതാണെന്ന്. അപ്പോൾ നമ്മളുടെ വിനയം എത്ര കുറവാണെന്ന് നമുക്ക് സുധീഷ്ണ മഹർഷിയുടെ ഈ സ്തുതി കേൾക്കുമ്പോൾ മനസ്സിലാകും, അല്ലേ? നമ്മൾ പലരും കാണുന്ന ഒരു കാര്യമാണ്, അല്പം നാരായണീയമോ ഭാഗവതമോ ഒക്കെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരിലുണ്ടാകുന്ന ഒരു മാറ്റമെന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുള്ളവരുണ്ട്. കൂടുതലും താൻ വലിയ ആചാര്യനാണ് അല്ലെങ്കിൽ ആചാര്യയാണ് എന്നുള്ളൊരു മതമായിരിക്കും പല ആൾക്കാരിലും കണ്ടുവരുന്നത്. അപ്പോഴാണ് 10,000-കണക്കിന് ശിഷ്യന്മാരുള്ള സുധീഷ്ണ മഹർഷി ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുന്നത്.
എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഭഗവാനെ അവിടുത്തെ പാദങ്ങൾ എന്നും എൻ്റെ ഹൃദയത്തിൽ ഉദയം ചെയ്തിരിക്കണം. എന്നും അങ്ങയുടെ ആ ഒരു പാദങ്ങളായിരിക്കണം എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു ചിന്തയും ഉണ്ടാവരുത് ഭഗവാനെ. അതുപോലെ തന്നെ ഭാര്യ, പുത്രൻ, അർത്ഥം തുടങ്ങിയ നിലയില്ലാത്ത പൊട്ടക്കിണറ്റിൽ, ആ പൊട്ടക്കിണറ്റിൽ നിന്നും കിടന്ന് മുങ്ങുന്ന എന്നെ അവിടുത്തെ ഭക്തവാത്സല്യ കടാക്ഷങ്ങൾ കൊണ്ട് എന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരണേ ദയാനിധേ. അല്ലേ, ആ ഭാര്യ, പുത്രൻ, ധനം തുടങ്ങിയതെല്ലാം ആ ഒരു പൊട്ടക്കിണറാന്നാണ് പറയുന്നത്. അല്ലേ, അതിൽ പെട്ട് മുങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നോട് അങ്ങേക്ക് കരുണയുണ്ടാകണം, ഭക്തവാത്സല്യമുണ്ടാകണം, അവിടുത്തെ കടാക്ഷം എൻ്റെ നേരെ ചൊരിഞ്ഞ് അല്ലേ എന്നെ അതിൽ നിന്നും വിമുക്തനാക്കണേ. ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്, സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണപാത്. അല്ലേ, ആ സംസാരമാകുന്ന സാഗരത്തില്, ആ സമുദ്രത്തില്, സംസാര സാഗരേ മഗ്നം ഞാൻ മുങ്ങിപ്പോവുകയാണ് ഭഗവാനെ. ദീനമ്മാം കരുണാനിധേ, ദീനനായിട്ടുള്ള എന്നെ കരുണാനിധിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണേ ഭഗവാനെ. കർമ്മഗ്രാഹ ഗൃഹീതാംഗം, കർമ്മങ്ങളാകുന്ന മുതലകള് എന്നെ പിടിച്ചിരിക്കുകയാണ് ഭഗവാനെ. ആ കർമ്മങ്ങളാകുന്ന മുതലകള് എന്നെ ഈ സംസാരത്തിലേക്ക് എന്നെ മുക്കിക്കൊണ്ടിരിക്കുന്നു ഭഗവാനെ. അതിൽ നിന്നും മാം ഉദ്ധര ഭവാർണവാത്, ഈ സംസാരമാകുന്ന സാഗരത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്കണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ സംസാരമാകുന്ന പൊട്ടക്കിണറ്റിൽ, അന്ധകൂപം എന്നാണ് പറയുന്നത്, ഗൃഹമാകുന്ന ഈ പൊട്ടക്കിണറ്റിൽ നിന്നും, ഭാര്യ, പുത്രാദി, ധനാദികളായുള്ള വസ്തുക്കളിൽ നിന്നും ഭഗവാനെ അവിടെ നിന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാനെ, അല്ലെങ്കിൽ ഞാനതിനകത്ത് മുങ്ങി ഇല്ലാതെയാവും ഭഗവാനെ എന്ന് പറയുകയാണ്. ഇത് വീണ്ടും പറയുന്നു, ഈ രക്തവും മാംസവും മൂത്രവും മലവും ആകുന്ന വെറും പിണ്ഡമായിട്ടുള്ള ഈ ശരീര അഭിമാനത്തിൽ ഉള്ള മഹാമോഹത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ച് അങ്ങ് എൻ്റെ ഉള്ളിൽ എന്നും, എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എന്നും വസിക്കണേ ഭഗവാനെ. അതായത് ഈ രക്തവും മാംസവും മലവും മൂത്രവുമാകുന്ന ഈ ശരീര പിണ്ഡത്തിൽ ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ രാജാവാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ് എന്നുള്ള ഈ ശരീര അഭിമാനത്തിലുള്ള അതൊരു മഹാമോഹം കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മഹാമോഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എൻ്റെ ഉള്ളിൽ ഭഗവാനെ അവിടുന്നാണ് എൻ്റെ ഹൃദയത്തിൽ വിളങ്ങേണ്ടത് എന്ന് പറയുകയാണ്. സർവഭൂതങ്ങളുടെ ഉള്ളിലും ആത്മസ്വരൂപേണ വാഴുന്നതും ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. അല്ലെ, അതുകൊണ്ടാണ് മരിച്ചു കഴിയുമ്പോൾ ശവം എന്ന് പറയുന്നത്. അല്ലേ, ശിവം പോകുമ്പോഴാണ് ശവമായിട്ട് മാറുന്നത്. എന്താണ്, ആത്മസ്വരൂപത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ ശിവം ആയിരിക്കും, മംഗളസ്വരൂപൻ, ശുഭകാരകൻ എന്നൊക്കെ പറയും. അങ്ങനെ ആ ശിവം പോകുമ്പോൾ എന്തായി മാറും? ആത്മസ്വരൂപത്തിൽ നിന്നും ആത്മാവ് ആ ശരീരത്തിൽ നിന്നും പുറത്തു കിടക്കുമ്പോൾ ആ ശരീരം വെറും ജഡമായിട്ട് മാറും. അപ്പോൾ സർവഭൂതങ്ങളുടെയും ആത്മസ്വരൂപേണ വാഴുന്നതും ഭഗവാനെ അവിടുന്നാണ്. നമുക്ക് സുധേഷ്ണ മഹർഷിയുടെ ആ സ്തുതി എത്ര മഹത്തരമായിട്ടുള്ള ആ ഒരു സ്തുതിയാണ്. നമുക്ക് സമയക്കുറവ് കൊണ്ട് എല്ലാ സ്തുതികളും ഒന്നും നമ്മൾ പറയുന്നില്ല. ഇതിന് വീണ്ടും പറയുന്നു, അങ്ങയുടെ തിരുനാമം നിരന്തരം ചൊല്ലുന്ന ആ നാമജപത്തിൽ ഒരു രതി കണ്ടെത്തുന്നവർ, അവരെ ഒരിക്കലും അവിടുത്തെ ആ മായാദേവി ബന്ധിക്കുകയില്ല. അതായത് അങ്ങയുടെ ആ നാമം ജപിക്കാത്ത മനുഷ്യരെയാണ് അവിടുത്തെ മായയും ബന്ധിക്കുന്നത് ഭഗവാനെ. അതായത് ഭഗവാന്റെ ആ തിരുനാമം ജപിക്കുന്ന ഭക്തന്മാർക്ക് ഒരിക്കലും ആ മായാബന്ധത്തിൽ അവർ കുടുങ്ങുകയില്ല. പക്ഷേ ഇതെല്ലാം ഞാനാണ്, എൻ്റേതാണ്, എനിക്കുള്ളതാണ് ഇതെല്ലാം, ബാക്കി എല്ലാവരും എന്നേക്കാൾ താഴെയാണ്, അല്ലെ എൻ്റെ പുറകിലാണ്, എനിക്കെല്ലാം വേണം എന്ന് തോന്നുന്നവർ മായ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അത് ഭഗവാനെ ആശ്രയിക്കാത്തവർക്കാണ് അങ്ങനെ തോന്നുന്നത്.
അവരെ എപ്പോഴും ആ മായ ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എല്ലാം ആത്മസ്വരൂപത്തിൽ കാണുന്നവർക്ക് എല്ലാം ഭഗവാനാണ് എന്നുള്ളൊരു തോന്നല്, ആ ഒരു സത്യം ഹൃദയത്തിൽ തെളിഞ്ഞു വരും എന്ന് പറയുകയാണ്. അല്ലാത്തവർ ആ മായാബന്ധത്തിൽ കുടുങ്ങി അജ്ഞാനികളായിത്തീരുന്നു. വീണ്ടും പറയുന്നു, അവിടുത്തെ പാദപങ്കജങ്ങളെ സേവിക്കുന്നവർക്ക് അങ്ങ് വരദാനങ്ങൾ ചെയ്യുന്നു. അവര് അങ്ങയുടെ പാദത്തെ ഭജിക്കുന്ന ആ ഭക്തന്മാരെ അങ്ങ് വേണ്ടുന്ന രീതിയിലുള്ള വരങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് രാമായണം വായിക്കുന്ന വീടുകളിൽ നിത്യസമൃദ്ധി ഉണ്ടാകും, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു, സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു, സന്തതി പരമ്പരകൾക്ക് കീർത്തിയും ആയുസ്സും ആരോഗ്യവും ഉണ്ടാവുന്നു, ഐശ്വര്യം, ശ്രീ, യശസ് എല്ലാം ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ്? ആ ഭഗവാന്റെ ആ സ്തുതിക്കുന്നത് മൂലം ഭഗവാൻ കൊടുക്കുന്ന വരദാനങ്ങളാണ്. ഭഗവാനെ അവിടുന്ന് പരിപൂർണ പരബ്രഹ്മമാണ്. ശ്രീരാമചന്ദ്ര മഹാദേവനെ അവിടെ പരബ്രഹ്മമായിട്ടാണ് പറയുന്നത്. അതായത് ഇതൊരു വ്യക്തിയായിട്ടല്ല പറയുന്നത്. രാമനിവിടെ ഈശ്വരഭാവമാണ്. ഭഗവാന്റെ ഒരു ഭാവത്തിൽ, പരബ്രഹ്മഭാവത്തിലേക്ക് ഭഗവാനെ ഉയർത്തിയാണ് പറയുന്നത്. ഈ വിശ്വത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്നതിനായി അങ്ങ് ഈ വിശ്വത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന മായാഗുണത്തോടുകൂടി അങ്ങ് തന്നെ രുദ്രനായും ബ്രഹ്മാവായും വിഷ്ണുവായും ഞങ്ങളുടെ ചിത്തത്തിൽ വാഴുന്നതും അങ്ങ് തന്നെയാണ്. അതായത് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹരിക്കുന്നതിനായിട്ട് അങ്ങ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന തരത്തിൽ മായാഗുണത്തോടുകൂടി അങ്ങ് തന്നെ മായയായിട്ട് അങ്ങെന്ത് ചെയ്യും? മൂന്നായിട്ട് പിരിയും, അല്ലേ? അങ്ങ് തന്നെ വിഷ്ണുവാകും, ബ്രഹ്മാവാകും, രുദ്രനാകും. അതാണ് ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ ബദമുണ്ടാവതല്ല മമ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ആ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഒന്നിൻ്റെ സ്ഫുരണങ്ങളാണ്. അഗ്നിയിൽ നിന്നും സ്ഫുരണങ്ങൾ ഉണ്ടാകുന്നത് പോലെ ആ പരമാത്മാവിൽ നിന്നും ഓരോരോ ദേവതാഭാവങ്ങൾ, ഓരോരോ കർമ്മങ്ങൾ ഭഗവാന് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അഗ്നിദേവന് എന്താണ്? ദഹിപ്പിക്കാനുള്ള ഡ്യൂട്ടിയാണുള്ളത്. വായുദേവന് കൃത്യമായിട്ട് വായു എല്ലായിടത്തും എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട്. വരുണ ഭഗവാനാണെങ്കിൽ എല്ലായിടത്തും കൃത്യമായിട്ട് മഴ പെയ്യിപ്പിക്കുക, സമുദ്രങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ ദേവന്മാർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതെല്ലാം ഭഗവാന് തന്നെ അംശങ്ങളാണ്. ഭഗവാൻ തന്നെ ഒന്ന് തന്നെ പലതായിട്ട് തോന്നുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇത് നമുക്ക് പലതായിട്ട് തോന്നും. വിഷ്ണുവായിട്ട് തോന്നും, ചിലർക്ക് രുദ്രനായിട്ട് തോന്നും, ചിലർക്ക് ബ്രഹ്മാവായിട്ട് തോന്നും. പക്ഷേ അതൊരു തോന്നൽ മാത്രമാണ് എന്നാണ് പറയുന്നത്. ഒന്ന് തന്നെയായിട്ടുള്ള ആ പരബ്രഹ്മം അങ്ങ് തന്നെയാണ്. അതായത് ഈ മൂന്നായിട്ടിരിക്കുന്നതും ആ പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. അതിനൊരു ഉദാഹരണം കൂടി പറയുകയാണ്. ഒരേ സൂര്യനെ തന്നെ പല പല ജലാശയങ്ങളിലും വെവ്വേറെ കാണുന്നത് പോലെ ഏകമായ പരബ്രഹ്മമായ അങ്ങ് തന്നെയാണ് ഇവിടെ പലതായിട്ട് അജ്ഞാനികൾക്ക് തോന്നുന്നത് എന്ന് പറയുകയാണ്, അല്ലേ? ഒരേ സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള കുളത്തിൽ നോക്കിയാലും ആ സൂര്യനെ കാണാം, നമ്മുടെ വീട്ടിലെ കിണറ്റിൽ നോക്കിയാലും സൂര്യനെ കാണാം, നമ്മുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടെങ്കിൽ അക്വേറിയത്തിൽ നോക്കിയാലും ആ സൂര്യനെ കാണാം. നമ്മുടെ ഒരു ഗ്ലാസ് ജലം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ജലത്തിൽ നോക്കിയാലും സൂര്യനെ കാണാം. ഇനി നമ്മുടെ വീടിൻ്റെ പറമ്പിൽ കിടക്കുന്ന ചെളിവെള്ളത്തിൽ നോക്കിയാലും സൂര്യനെ കാണാം, അല്ലേ? നമ്മൾ റോഡിലിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സൂര്യനെ കാണാം, ആ വെള്ളത്തിലും സൂര്യനെ കാണാം. അടുത്ത വീട്ടിലെ കുളത്തിൽ പോയി നോക്കിയാൽ അവിടെയും കാണാം, കായലിൽ പോയി നോക്കിയാൽ അവിടെയും കാണാം, പുഴയിലുണ്ടെങ്കിൽ അവിടെയുണ്ട്. അപ്പോൾ ഒരേ സൂര്യൻ തന്നെ പല 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 ജലാശയങ്ങൾ കാണുന്നത് പോലെ ഏകമായിട്ടുള്ള പരബ്രഹ്മം തന്നെ പലതായിട്ട് ഇവിടെ
തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏകമായിട്ടുള്ള ആ പരബ്രഹ്മത്തെ പലതായിട്ട് തോന്നുന്നത് അജ്ഞാനികൾക്കാണ്. അപ്പൊ ആ അജ്ഞാനം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? സുജ്ഞാനം ഉണ്ടാവണം, വിജ്ഞാനം ഉണ്ടാവണം. വിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ. ഭഗവാന്റെ നാമകീർത്തനങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുക. മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോവാതിരിക്കുക. എപ്പോഴും ഭഗവത് ചിന്തകളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. സുഖവും ദുഃഖവും ഒക്കെ ഒരേപോലെ കാണാനായിട്ട് പഠിക്കുക. തിതിക്ഷയുണ്ടാവുക. എല്ലാം ഭഗവാന്റെ പ്രസാദം പോലെ കരുതുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭഗവത് പ്രസാദം തീർച്ചയായും ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇതെല്ലാം സുതീഷ്ണ സ്തുതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനെ, എനിക്ക് അവിടുത്തെ പാദാംബുജം കാണാൻ കഴിഞ്ഞത് ഞാൻ അങ്ങേ തപസ് ചെയ്തത് കൊണ്ടാണ്. പിന്നെയോ, കോടി കോടി മന്മഥന്മാരുടെ സൗന്ദര്യമുള്ള അങ്ങയുടെ ഈ ചേതോഹരമായിട്ടുള്ള സീതാദേവിയോടും ലക്ഷ്മണനോടും ചേർന്നിരിക്കുന്ന അങ്ങയുടെ ഈ രൂപം എന്നും എൻ്റെ കണ്ണിലും എൻ്റെ ചിത്തത്തിലും എന്നും നിറഞ്ഞു നിൽക്കണം ഭഗവാനെ. എൻ്റെ ഉള്ളിൽ അങ്ങയോടുള്ള ഭക്തി തിങ്ങി നിറഞ്ഞു നിന്ന് അവിടുത്തെ തിരുനാമം ഉച്ചരിക്കാൻ എനിക്ക് കഴിയണം ഭഗവാനെ. എനിക്ക് മറ്റൊരു വരവും ആവശ്യമില്ല. അങ്ങനെ ആ ശ്രീരാമചന്ദ്രമൂർത്തി സുധീഷ്ണ മഹർഷിയോട് പറയുകയാണ്, അല്ലയോ മഹർഷേ, അങ്ങ് എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ച് ഉപാസന ചെയ്ത് അങ്ങയുടെ ഹൃദയം പരിശുദ്ധമായി. അതുകൊണ്ടാണ് മഹർഷേ ഞാൻ അങ്ങയെ തേടി അങ്ങയുടെ ആശ്രമത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മളുടെ ഹൃദയം പരിശുദ്ധമാവാത്തത് കൊണ്ടാണ് ഭഗവാൻ നമ്മളിലേക്ക് വരാത്തത്, അല്ലേ? ഇപ്പോൾ ഭഗവാന്റെ തിരുനാമം ചൊല്ലി എന്താ ഉണ്ടായി? ഉപാസന ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ സുധീഷ്ണ മഹർഷിയുടെ ഹൃദയം പരിശുദ്ധമായി. അപ്പം ആ ഹൃദയ പരിശുദ്ധി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ആ ഭഗവാൻ തന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഭഗവാന്റെ ദൂതന്മാരെയോ അനുചരന്മാരെയോ ഒന്നും അല്ല വിട്ടത്. ഭഗവാൻ തന്നെ സുധീഷ്ണ ആശ്രമത്തിലേക്ക് വരികയാണ്. ഭഗവാൻ തേടി എത്തുകയാണ്. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, ഭഗവാനെ കണ്ട സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു സന്തോഷം പറഞ്ഞായിരുന്നു സുധീഷ്ണ മഹർഷി. കാരണം താനെന്നും നിത്യവും ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ, ആ പ്രഭു ശ്രീരാമചന്ദ്ര മഹാപ്രഭുവാണ് തൻ്റെ ആശ്രമത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെന്നും നിത്യം ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടദേവൻ ആ ഭഗവാൻ ഒരിക്കൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് അകത്തേക്ക് കയറി വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ തേടി അങ്ങയുടെ ആശ്രമത്തിൽ വന്നത്. എപ്പോഴും എന്നെ തന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് എൻ്റെ നാമത്തെ ഉപാസിച്ചുകൊണ്ട് യാതൊരു പരാതിയും കൂടാതെ യാതൊരുവിധ സങ്കടവും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഭക്തന്മാർക്ക് അവർ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഞാൻ ദർശനം നൽകും. ഏ ധാമാം പ്രപദ്യത്തെ താൻ തഥൈവ ഭജാമ്യഹം, അല്ലേ? അപ്പം എന്നെ തന്നെ ശരണമായി പ്രാപിച്ചുകൊണ്ട് എൻ്റെ നാമത്തെ ഉപാസിച്ചുകൊണ്ട് യാതൊരു പരാതിയും കൂടാതെ എന്ന് പറഞ്ഞാൽ എൻ്റെ നാമത്തെ എന്ന് പറഞ്ഞാൽ ഇവർ പരബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലെടുക്കണം. അല്ലെങ്കിൽ ചില എന്താ പറയുക, ചിലർക്ക് ഒരു സംശയം തോന്നും, രാമൻ അവതാരമാണല്ലോ, പിന്നെന്താ എൻ്റെ നാമത്തെ ഉപാസിക്കുന്നത് എന്നൊക്കെ. ഇവിടെ പരബ്രഹ്മ സ്വരൂപമായിട്ട് ആണ് പറയുന്നത്. അപ്പോൾ പരബ്രഹ്മമായിട്ടുള്ള ആ ഭഗവാൻ, അതുകൊണ്ടാണ് എൻ്റെ നാമത്തെ തന്നെ, ഏതു നാമവും നമുക്ക് ഉപാസിക്കാം, പരബ്രഹ്മമായിട്ട് അത് പരബ്രഹ്മമായിട്ട് സങ്കല്പിക്കണമെന്ന് മാത്രം. അപ്പോൾ എൻ്റെ നാമത്തെ തന്നെ ഉപാസിച്ചുകൊണ്ട് യാതൊരുവിധ എന്താ പറയുക പരാതിയും കൂടാതെ സന്തോഷത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കുന്ന ഭക്തന്മാർക്ക് എങ്ങനെയാണോ അവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഞാൻ അതുപോലെ അവർക്ക് ദർശനം നൽകും മഹർഷി എന്ന് പറയുന്നു. എന്നിട്ട് പറയാണ്, അങ്ങ് രചിച്ച ഈ സ്തോത്രം എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്
ശ്രദ്ധയോടുകൂടി ജപിക്കുന്ന മനുഷ്യന് എന്നിൽ നല്ല ഉറച്ച ഭക്തിയുണ്ടാവും. ഭക്തിയില്ല എന്ന് തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ ഇനിയും ഭക്തി വർദ്ധിപ്പിക്കണം എന്ന് തോന്നുന്ന സജ്ജനങ്ങൾക്ക് എന്നും നിത്യവും ചൊല്ലാവുന്ന ഒരു സ്തുതിയാണ് ഈ സുധീഷ്ണ സ്തുതി. അപ്പോൾ അന്ന് മാത്രമല്ല, ഒടുവിൽ ബ്രഹ്മജ്ഞാനവും ഉണ്ടാകും. ഒടുവിൽ അവർക്ക് ആ ഈശ്വരനെ അറിയുകയും ചെയ്യാം എന്ന് പറയുകയാണ്. അല്ലയോ താപസോത്തമ, അങ്ങ് എന്നെ സേവിച്ചത് കൊണ്ട് അങ്ങയുടെ ഈ ശരീരം നശിച്ചാൽ അങ്ങക്ക് എൻ്റെ സായുജ്യവും ഉണ്ടാകും. അങ്ങ് എന്നെ സേവിച്ചത് കൊണ്ട് മാത്രം, അല്ലേ? അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങ് ഈ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങക്ക് വൈകുണ്ഠത്തിൽ സുഖമായി വസിക്കാമെന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഭഗവാൻ പറയാണ്, അല്ലയോ മഹർഷേ, എനിക്ക് അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കണ്ട് വന്ദിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സുധീഷ്ണ മഹർഷി പറയുകയാണ്, അങ്ങക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായത് വളരെ മംഗളകരമായിട്ടുള്ളൊരു കാര്യമാണ് ഭഗവാനെ. ഞാനും എൻ്റെ ഗുരു അഗസ്ത്യ മഹർഷിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അദ്ദേഹം ആദ്യമേ പറയുന്നുണ്ട് രാമനെ കണ്ടപ്പോൾ, അല്ലേ? ആ രാമമന്ത്രം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് ആ അഗസ്ത്യ മഹർഷിയാണ്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിരുന്നു, അങ്ങയുടെ ഈ നാമം എനിക്ക് ഉപദേശിച്ചു തന്നിരുന്നു എന്ന് പറയുന്നുണ്ട് ആദ്യമേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെ കാണാനായിട്ട് ഒരു കാര്യം ചെയ്യാം ഭഗവാനെ, ഇന്നിവിടെ താമസിച്ച് നാളെ ഞാനും അങ്ങയോടൊപ്പം കാട്ടിലേക്ക് വഴികാട്ടുന്നതിന് വേണ്ടി ഞാനും അങ്ങയോടൊപ്പം ആശ്രമത്തിലേക്ക് വരാം. എനിക്കും എൻ്റെ ഗുരുനാഥനെ ഒന്ന് കാണാമല്ലോ എന്ന് പറയുകയാണ്. അടുത്ത അഗസ്ത്യ സന്ദർശനമാണ്. അപ്പോൾ അങ്ങനെ ആ സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അദ്ദേഹവും എല്ലാവരും ഒരുമിച്ച് അങ്ങനെ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. രാമൻ സുധീഷ്ണ മഹർഷിയോട് പറയുകയാണ്, അങ്ങ് അഗസ്ത്യ മഹർഷിയോട് ചെന്ന് പറയോ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊന്ന് ഉണർത്തിക്കോ അദ്ദേഹത്തിനെ എന്ന് ചോദിക്കും. നോക്കി, ഒരു 14 ലോകങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ ഇവിടെ തൻ്റെ ഭക്തനായിട്ടുള്ള ഒരു മഹർഷിയുടെ ആശ്രമത്തിന് മുമ്പിൽ വന്ന് നിന്നിട്ട് അനുവാദം ചോദിക്കാനായിട്ട് കാത്തിരിക്കുന്നു. അപ്പോഴാണ് നമ്മളൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ ചെയ്യുന്ന അഹങ്കാരം എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. 14 ലോകങ്ങളുടെയും ഉടമസ്ഥനാണ് ഭഗവാന്റെ കൊടികളൊന്ന് ചലിച്ചാൽ ലോകം കീഴ്മേൽ മറിയും. ആ ഭഗവാനാണ് പറയുന്നത്, അല്ലയോ മഹർഷേ, അങ്ങൊന്ന് പറയുമോ, ഞങ്ങൾ ഇവിടെ കാണാനായിട്ട് വന്നിരിക്കുന്നു, ഒന്ന് അനുവാദം മേടിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതാണ് മഹാത്മാക്കളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സൗന്ദര്യം. അങ്ങനെ ആ സുധീഷ്ണൻ തൻ്റെ ഗുരുനാഥനായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ സമീപത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് ദണ്ഡ നമസ്കാരം ചെയ്തു പറയുകയാണ്, അല്ലയോ മഹർഷേ, ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയും സോദരനായിട്ടുള്ള ലക്ഷ്മണനോടും കൂടി അങ്ങയെ കാണാൻ വളരെ ആഗ്രഹത്തോടുകൂടി ആശ്രമത്തിൻ്റെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഇത് കേട്ടതും അഗസ്ത്യൻ്റെ മുഖം താമര പോലെ വിടർന്നു. അഗസ്ത്യ മഹർഷി പറയുകയാണ്, ഞാൻ എത്ര കാലമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എപ്പോഴും ആ രാമൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ട്, രാമമന്ത്രവും ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്രമത്തിന് പുറത്തേക്ക് ഓടിച്ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ഉടനെ രാമനും സീതയും അതുപോലെ തന്നെ ലക്ഷ്മണനും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണസ്വാമിയെ അദ്ദേഹം പിടിച്ചെഴുന്നേൽപ്പിച്ചു, ഗാഠമായി ആശ്ലേഷിച്ചു. വേണ്ടതുപോലെ രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും പൂജിച്ച് അർഘ്യപാദ്യാദികളൊക്കെ സമർപ്പിച്ചു. അടുത്ത ദിവസം നമുക്ക് അഗസ്ത്യ സ്തുതി നോക്കാം. വളരെ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. വേദവേദാന്തങ്ങളായിട്ടുള്ള
ഇതെല്ലാം അടക്കം ചെയ്തിട്ടുള്ള ഒരു സ്തുതിയാണ്. അപ്പോൾ നാളെ നമുക്ക് അഗസ്ത്യ സ്തുതി കേൾക്കാം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.